നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV Vlogs. രുദ്ര, നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാ പോണേ? രുദ്രൻ ഏന്തി വലിഞ്ഞു നോക്കുകയാണ് ഫ്രണ്ടിലേക്ക്. എനിവേസ് ഗൈസ്, നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. ഞാനിങ്ങനെ ബിൽഡപ്പിന്റെ ആവശ്യമില്ല. എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥിയല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആള് ഇന്ന് എത്തുകയാണ്. ശ്രീകുട്ട ഇന്ന് 9:15 കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. ഞങ്ങൾ പിക്ക് ചെയ്യാനാണ് പോണത്. എനിക്ക് ഞാൻ 2 ദിവസമായി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. വേറെ ഒന്നുമല്ല, അതായത് ഇവൻ സർപ്രൈസ് ആക്കുവോ, ഇനി വരുന്നത് സർപ്രൈസ് ആക്കുവോ എന്ന് ഉള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ ഉറങ്ങിയില്ല. പക്ഷെ സർപ്രൈസ് ഒന്നും അല്ല, അവൻ ടിക്കറ്റൊക്കെ അയച്ചു തന്നു. എന്നാലും എൻ്റെ മനസ്സിൽ ഇനി ഇവൻ സർപ്രൈസ് ആക്കുമോ എന്നുള്ള ഒരു ടെൻഷനിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനെ വിളിച്ചോണ്ടിരുന്നു. ഓക്കെ, അതല്ലാതെ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പിക്ക് ചെയ്യാൻ പോയത് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങള് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ഷിപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ, അങ്ങനെയൊക്കെ ഇത്രയും എക്സൈറ്റ്മെന്റ് എനിക്ക് അപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ നമ്മൾ ആ പക്വതയൊക്കെ വന്നപ്പോൾ ആ ക്രിഞ്ച് സാധനങ്ങളൊക്കെ പോയി. പക്ഷെ ഇന്ന് ഞാൻ വളരെയധികം ക്രിഞ്ചി മൂഡിലാണ്. കാരണം ഇയാളാണ് അതിന്റെ കാരണം. ശ്രീകുട്ടൻ ഇവന് 4 months ആയിരുന്നപ്പോ പോയതാ. ലിറ്ററലി പറയുകയാണെങ്കിൽ ഇവൻ ഇങ്ങനെ മലന്നിങ്ങനെ കിടന്ന് നോക്കി എന്ന് പോലും പറയാൻ പറ്റാത്ത ആ ഒരു പ്രായത്തില് ശ്രീകുട്ടൻ പോയതാണ്. ഇന്ന് ഇവന് 1 വയസ്സ് തികഞ്ഞ് 2 മാസമായി. അപ്പൊ ഒരു 10 months ശേഷമാണ് ഞങ്ങളെല്ലാവരും പരസ്പരം കണ്ടുമുട്ടാൻ പോകുന്നത്. ആൻഡ് രുദ്രന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും ആ സമയത്ത് അത്രയും എന്താ പറയാ റെസ്പോൺസ് ഇല്ല. പിന്നെ അവനെ അറിയോ ഇല്ലേ അങ്ങനത്തെ ഒരു സ്റ്റേജ് അല്ലേ. പക്ഷെ ഇപ്പൊ അവന് ആൾക്കാരെ അറിയാം. ഡാഡേനെ അവൻ ഫോണിൽ കൂടെ ഉമ്മയൊക്കെ കൊടുത്ത് മൊട്ടത്തലയൊക്കെ കണ്ട് ഭയങ്കര വർത്താനാണ്. പക്ഷെ എനിക്ക് ഇവരുടെ ആ ഒരു കാണുന്ന ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. സോ യാ, ആൻഡ് എനിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണാൻ. ആൻഡ് അവനും വളരെയധികം. ഞാൻ ഇന്നലെ ചോദിച്ചേ ഉള്ളൂ, നീ സാധാരണ വരുന്നതിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ഇല്ലേന്ന്. അപ്പൊ അവൻ തീർച്ചയായും എക്സൈറ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിമിഷത്തിനായി നമുക്ക് ഒരുമിച്ച് സാക്ഷ്യം വഹിക്കാം. ഡേസൺ സാറ് ഉണ്ട്. അപ്പൊ വീട്ടുകാരെ ഞങ്ങൾ ഇന്ന് കൂട്ടിയില്ല. ഇത് ഞങ്ങളുടെ സ്വകാര്യ നിമിഷമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. എനിവേസ്, അതൊന്നുമല്ല, വെറുതെ എല്ലാവരുമായിട്ട് പോണ്ടാലോ എന്ന് അവൻ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഫുട്ബോൾ. ഇവന് ഒരു ഫുട്ബോൾ ഭ്രാന്തനാണോ എന്നൊരു സംശയം. ഇവിടുത്തെ എല്ലാ പോസ്റ്ററും കാണുമ്പോ ബോയ് ഗായ് എന്നൊക്കെ പറയുന്നുണ്ട്. ചാരി ഇരിക്കപ്പാ. ഓക്കെ, സോ ഞങ്ങൾ പോണ വഴിക്ക് അത്രേ ഉള്ളൂ. എന്റെ ഇൻട്രോ ഒക്കെ വളരെയധികം. കാക്ക കരഞ്ഞു. അച്ഛനാ കാക്ക കരഞ്ഞു. അവനെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ ലോക്കാക്കി വെച്ചേക്കണം. എനിവേസ്, അപ്പൊ നമ്മൾ പോകുന്നു. നമ്മളുടെ ശ്രീവിനെ പിക്ക് ചെയ്യുന്നു. ആൻഡ് ആ ഒരു നിമിഷം ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. രുദ്ര, ടാറ്റ പോവാനോ? രുദ്ര ടാറ്റ പറഞ്ഞേ. ഞാൻ പറഞ്ഞേ. എല്ലാം ഞാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഭയങ്കര സംസാരാണ്. ക്യാമറ ഓൺ ആക്കി ഒന്നും മിണ്ടില്ല. രുദ്ര ടാറ്റ പറഞ്ഞേ. ടാറ്റ. ഇവനെ ഞാനൊരു അലക്കുണ്ട്. ടാറ്റ അലക്ക. പൂച്ച കരഞ്ഞു. കാക്ക കരഞ്ഞു. ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തത് വെറുതെ ആയി ഗൈസ്. കാക്ക കരഞ്ഞു. ഞാനാരായി? ഞാൻ ഈ ഒരു കാക്കയും പൂച്ചയും കിട്ടാൻ വേണ്ടിട്ട് പൂച്ച ക്യാമറ വെക്കേണ്ടി വരും. ക്യാമറ തുറന്നപ്പോഴേക്കും ഇത് കണ്ടോ ഗൈസ്, ശൂമ്പ് കരഞ്ഞു. ഇവൻ ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് വന്നതിന്റെ ശേഷം കോഴി കരഞ്ഞു. അവിടെ ഇങ്ങനെ കൊതുക് പ്രാണികൾ അങ്ങനത്തെ സീനൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്നിട്ട് മറ്റേ അലർജി പോലെയാണ്. കൊതുക് അപ്പുറത്ത് കൂടെ പറന്നു കഴിഞ്ഞാൽ ഇവൻ ഇപ്പുറത്ത് ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു ഇന്നലെ രാത്രി പഠിപ്പിച്ചു. ഇവിടെ എന്താ രുദ്ര പോയി, കാക്ക പോയി. ഓക്കെ, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ അതാണ് കവിള് ബൊക്കെ. അപ്പൊ ഞാനിത് പറയാൻ മാത്രം അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പറഞ്ഞത് വീണ്ടും കാക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തതാ ക്യാമറ. സോ ഞങ്ങൾ അതിലേക്ക്. കാക്ക എവിടെ?
അവിടെ ഉണ്ടോ? അതെന്താ ഇപ്പൊ കാണിച്ചതെന്നറിയോ ഗൈസ്? ഇതൊക്കെ എങ്ങനെ പിള്ളേര് പഠിക്കണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവൻ കുഞ്ഞീതായിരുന്നപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിന്റെ സംഭവം നടന്നുകൊണ്ടിരുന്നത്, ലാസ്റ്റ് സീസൺ. അപ്പൊ ലാലേട്ടനെ ഇവനെ അങ്ങനെ കണ്ടിട്ട് പരിചയമാണ്. ലാലേട്ടന്റെ ഫോട്ടോ എവിടെ കണ്ടാലും ഇവൻ ഇട്ടോ അതാന്ന് പറയും. ഇതേമാതിരി ഇപ്പൊ ഈ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോർഡിങ്സിൽ മൊത്തം എലാൻസ് എന്തോ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ബോർഡിൽ മമ്മൂക്കേന്റെ ഫോട്ടോ ഉണ്ട്. ഇതെങ്ങനെ ഇവര് രണ്ടുപേരെ പരിചയമായി? മോഹൻലാൽ സർ ലാലേട്ടനെ ആക്ച്വലി ബിഗ് ബോസ് കണ്ടിട്ടാണ് ഇവന് പരിചയത്. പക്ഷെ മമ്മൂക്കേനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ തന്നെ ഫുട്ബോൾ, ശ്രീകുട്ടൻ ഡൈ ഹാർഡ് ഫുട്ബോൾ ഫാനാണ്. എനിക്ക് വലിയ ഫുട്ബോളിനെ കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ ഞാൻ ക്രിക്കറ്റ് അത്യാവശ്യം, എനിക്ക് എൻ്റെ പപ്പയ്ക്ക് ക്രിക്കറ്റ് ഇഷ്ടമായതുകൊണ്ട് ചെറുപ്പം തൊട്ടേ കാണും. ഇവന് ക്രിക്കറ്റും ഫുട്ബോളും കണ്ടു കഴിഞ്ഞാൽ ഹോയ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കാണാം. അത് എന്തായാലും കൊള്ളാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പൂച്ചെണ്ടുകൾ വാങ്ങാൻ നോക്കിയപ്പോൾ അവിടെ ഉണങ്ങിയിരിക്കുന്ന 2 ജമന്തി മാത്രമേ ആ പൂക്കടയിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ ശ്രീകുട്ടൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ലേറ്റ് ആക്കണ്ട, ചുമ്മാ ഫ്ലവർ ഷോപ്പ് തപ്പിയിട്ട് ലേറ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ടു ദ എയർപോർട്ട്. എങ്ങടാ പോവാണോ? ഇവന്റെ ഫ്രണ്ട് കിട്ടാൻ ഞാൻ ഓടുന്ന. എന്നെ ആരാ എടുക്കണേ? ഡാഡനെ വെയിറ്റ് ചെയ്യണോ രുദ്ര? അത്തോ ഡാഡ എത്തിയിട്ടുണ്ട്. പക്ഷെ ഡാഡേൻ്റെ മോൻ ഇവിടെ റിപ്പയർ പണിയിലാണ്. ഇവിടുന്ന് വരുന്ന ലക്ഷണമില്ല. എന്തായാലും ആ നിമിഷം അടുത്തു വരുന്നുണ്ട്. നമുക്കിനി എൻ്റെ കൊച്ചു പോയി.
ഗൈസ് ഞങ്ങളെ കണ്ടുള്ളൂ, ഞങ്ങൾ മാത്രം കണ്ടു. അവിടുന്ന് ഇവൻ്റെ കിളിവാറിയ ഡാഡി ലഗേജ് പിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞു ബേബീനെ കണ്ടിട്ട് കളിക്കാനുള്ള മൂടാണ്. എനിവേസ്, ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ കണ്ടു, ശ്രീകുട്ടൻ ഞങ്ങളെ കണ്ടിട്ടില്ല. ഈ ഗ്ലാസ്സിൽ ഫുൾ റിഫ്ലക്ഷൻ ആയത് നിങ്ങൾക്കും കാണിച്ചു തരാനുള്ള ഒരു മാർഗ്ഗമില്ല. അവൻ ലഗേജ് കളക്ട് ചെയ്യാണ്. എനിവേസ്, രുദ്ര ഡാഡ് വന്നു. ഗൈസ്, ഡാഡ ആൻഡ് സൺ ടൈം എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി എനിക്ക് കിട്ടുമോ ആവോ? ഡാഡേനെയും കിട്ടില്ല, മോനെയും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നണത്. ഉറക്കം വരുന്നുണ്ട്. തന്തപ്പിടി ഞാൻ റിസൈൻ ചെയ്ത വിവരം ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് അറിയിക്കുന്നു. മീറ്റ് മിസ്റ്റർ ശ്രീവിൻ, ന്യൂ മെമ്പർ, ന്യൂ എന്താണ് ടീമിലേക്ക് സ്വാഗതം. കമോൺ, ഇനി നമുക്ക് മറിഞ്ഞേ. One. Head is 1. 2. Hands are 2. എവിടെ hands എവിടെ? അങ്ങനെ നമ്മളുടെ കഥാനായകൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു. കുറച്ച് ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷം എന്തായാലും നിങ്ങൾ വൈകാതെ ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ അറിയും. അപ്പോൾ അതിൻ്റെ ചെറിയ കുട്ടി പർച്ചേസ് ഉണ്ടായിരുന്നു. എനിക്ക് അതും കൂടി വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആകെ മൊത്തം ഒരു ഓട്ടത്തിലായിരുന്നു. എന്തായാലും കഥാനായകനോട് നമുക്കൊരു ഹായ് പറഞ്ഞിട്ട് ഇപ്പോൾ ഡാഡീസ് ബോയും ഡാഡി പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങൊക്കെയാണ്. ഡാഡി 2 വാക്ക് പറഞ്ഞ് നമുക്ക് ഇത് വ്ളോഗ് അവസാനിപ്പിക്കാം. ഒന്നും പറയാനില്ല. സന്തോഷം. പറയൂ. ഒന്നും പറയാനില്ല. പുതിയ ഓസ്മോൽ എങ്ങനെയുണ്ട്? ഈ ഓസ്മോ ഇതിന്റെ ഫേസ് ട്രാക്ക് ഞാൻ ഇപ്പൊ ഒരു കണ്ണ് നമുക്ക് തെറ്റാൻ പറ്റില്ല ഗൈസ്. കാരണം ഒരു മിനിറ്റ്. ഇതാ പറയൂ 2 വാക്ക്. അടിപൊളിയായിരുന്നു. ജേണിനെക്കാട്ടും അടിപൊളിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി വെയിറ്റിംഗ് ഫോർ വെക്കേഷൻ. അടിപൊളിയായിട്ട് വെക്കേഷൻ കൂടെ എൻജോയ് ചെയ്യണം. ബാക്കി പിന്നീട്. എങ്ങനെ തോന്നി രുദ്രരപ്പനെ കണ്ടപ്പോ? വലുതായി, ഭയങ്കര ചേഞ്ച് ഉണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് അത്ഭുതത്തിൽ ആണ് എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വ്ളോഗ് ശ്രീകുട്ടൻ ഇന്നെത്തി. നാളെ നമുക്കൊരു വേറൊരു കില്ലർ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഇൻ ദ സെൻസ് ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ഉണ്ട്, ഞങ്ങൾക്കല്ല. ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തത് കുറച്ച് കാലങ്ങളായി. പക്ഷേ ബാക്കി എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും. എൻ്റെ അതൊരു വ്ളോഗായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. വൈകാതെ ഈ വ്ളോഗിൻ്റെ ശേഷം അത് കാണുന്നതും ആയിരിക്കും. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. ശ്രീകുട്ടൻ വന്ന എൻ്റെ വ്ളോഗായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വ്ളോഗ്സിൽ കാണാം അല്ലേ? സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചേട്ടാ ഇവിടെ ഫുൾ പെട്ടിപ്പൊട്ടിക്കൽ, കുട്ടീൻ്റെ പെട്ടിപ്പൊട്ടിക്കൽ എല്ലാം ഉണ്ട്.